ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഇന്ന് തുടക്കം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന്. ന്യൂഡൽഹിയിൽ 8ാമത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തും. വികസിത് ഭാരത് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൊൻത തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ തീരങ്ങൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച വരെ ചുവപ്പ് ജാഗ്രത. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 12 ഇടങ്ങളിൽ രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് ആരംഭിച്ച് 2026 ഫെബ്രുവരി 7-ന് അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. വോട്ടർ പട്ടിക തെറ്റില്ലാത്തതും സുതാര്യവുമായിരിക്കാനാണ് പരിഷ്കരണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ 51 കോടി വോട്ടർമാരെ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫോമുകളുടെ അച്ചടിയും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലനവും ഇന്നു മുതൽ ആരംഭിക്കും. പേര് ചേർക്കൽ നടപടികൾ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടക്കും. ഡിസംബർ 9-ന് കരട് പട്ടികയും ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക യോഗങ്ങൾ നടക്കും. ജില്ലാ കളക്ടർമാരുടെ യോഗവും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ വീഡിയോ കോൺഫറൻസും ഇന്ന് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അതേസമയം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ 11 മണിക്ക് നടക്കും. ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് 8ാമത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ISAയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 4 ദിവസത്തെ ആഗോള പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 40-ലധികം മന്ത്രിമാർ പങ്കെടുക്കും. ശോഭനവും സുസ്ഥിരവുമായ ഭാവിക്കായി അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ സൌരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാനും 124 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം ഊന്നൽ നൽകും. വികസിത് ഭാരത് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവന നൽകാനുള്ള മികച്ച അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2.0 എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യുവതയുടെ ആശയങ്ങളും ഉൾക്കാഴ്ചകളും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം 31 വരെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാം. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. ഷിപ്പിംഗ്, തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ക്രൂയിസ് ടൂറിസം, നീലസമ്പദ് വ്യവസ്ഥ എന്നിവയിലെ പ്രമുഖ പങ്കാളികളെ ഒന്നിച്ചുകൊണ്ടുവരുന്നതിനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ 85-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും. മാരിടൈം അമൃത്കാൽ വിഷൻ 2047-മായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമുദ്ര പരിവർത്തനത്തിനായുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ് പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യ മാരിടൈം വീക്ക് 2025-ലെ ഗ്ലോബൽ മാരിടൈം CEO ഫോറത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ ചെന്നൈയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ കിഴക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇത് ഇന്ന് വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങി തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ളതിനാൽ ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ തീരങ്ങൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. റായലസീമ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയ്ക്ക് സമീപം ഇന്ന് രാത്രി കൊടുങ്കാറ്റ് തീരം കടക്കും. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ മദ്യശാലകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ അടച്ചിടാൻ യാനം പ്രാദേശിക ഭരണകൂടം ഉത്തരവിട്ടു. നാളെ വരെ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പിന്തുണ വാഗ്ദാനം ചെയ്തു. ഒഡീഷയിൽ കൊടുങ്കാറ്റിനെ നേരിടുന്നതിനായി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്.
കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രി യാത്രയും അടിമാലി കൂമ്പൻപാറ ഭാഗത്തെ NH85 യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് കഴിഞ്ഞ മാസം 22-ന് പ്രാബല്യത്തിൽ വന്ന പുതുക്കിയ GST പരിഷ്കരണം രാജ്യത്താകമാനമുള്ള പൌരന്മാർക്ക് പ്രയോജനപ്രദമായി മാറിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായ എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷറുകൾ, ടെലിവിഷനുകൾ എന്നിവയുടെ നികുതി നിരക്കുകൾ 28% നിന്ന് 18% ആഭ്യന്തര ഇലക്ട്രോണിക്സ് നിർമ്മാണം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു. ഇലക്ട്രോണിക് ഹാർഡ്വെയറുകളുടെ നികുതി നിരക്ക് 18% കുറച്ചതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും ഡിജിറ്റൽ പഠന കേന്ദ്രങ്ങൾക്കും ഉൾപ്പെടെ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാണ്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഡിസംബർ 4-ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കുന്ന നാവിക അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാൻ എല്ലാവർക്കും അവസരമൊരുക്കുമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻ ചാർജ് കമഡോർ വർഗീസ് മാത്യു തിരുവനന്തപുരത്ത് ആകാശവാണി വാർത്തകളോട് സംസാരിക്കവെ വ്യക്തമാക്കി. ശംഖുമുഖത്തുള്ള പരിപാടി നമ്മൾ 2025 ഡിസംബർ 4 വ്യാഴാഴ്ച നടത്തുമ്പോൾ അത് എല്ലാ ദേശവാസികൾക്കും, എല്ലാ ഇന്ത്യക്കാർക്കും വെൽക്കമാണ്. നമ്മുടെ തീരദേശം ബീച്ച് തുറന്നു കിടക്കുന്നതാണ്, ആ ബീച്ചിൽ നിന്ന് കാണാം. അപ്പൊ നമ്മൾ തന്നെ ലക്ഷങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പരിപാടിയിലും കണക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, VIP ഏരിയ അതൊക്കെ സെപ്പറേറ്റഡ് ആയിരിക്കും. കാരണം സെക്യൂരിറ്റി ഇതിനു വേണ്ടി കാണാൻ വേണ്ടി ഒരു ലിമിറ്റും നമ്മൾ നിർത്തിയിട്ടില്ല, ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. ഓപ്പറേഷണൽ ഡെമോ 2025 ഈസ് ഓപ്പൺ ഫോർ every citizen. നാവികദിന പരിപാടികൾ പ്രധാന നാവിക കേന്ദ്രങ്ങൾക്ക് പുറത്ത് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 8 മുതൽ 11 വരെ കൊച്ചിയിൽ കപ്പൽ സന്ദർശനം ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. നവംബർ 26-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നേവി ബാൻഡ് ഷോയും ഉണ്ടാകും. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ സർവേ കപ്പലായ ഇക്ഷക് നവംബർ 6-ന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്ത് കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി ചടങ്ങിൽ അധ്യക്ഷനാകും. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിലാണ് കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ദുരന്ത നിവാരണ സംവിധാനമായും അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രി കപ്പലായും ഇക്ഷക് പ്രവർത്തിക്കും. വനിതാ ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക താമസ സൌകര്യമൊരുക്കിയ ആദ്യത്തെ വലിയ സർവേ കപ്പൽ കൂടിയാണ് ഇക്ഷക്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് വ്യാഴാഴ്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 53 കോടി രൂപയോളം പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചതായി രജിസ്ട്രാർ ഇൻചാർജ് R. ജയപ്രകാശ് അറിയിച്ചു. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മുഖ്യാതിഥിയാകും. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് ചടങ്ങിൽ സമ്മാനിക്കും. മേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല കിരീടം ഉറപ്പിച്ചു. 1810 പോയിന്റുമായാണ് തിരുവനന്തപുരം 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 202 സ്വർണം, 145 വെള്ളി, 170 വെങ്കലം എന്നിവ നേടിയാണ് തലസ്ഥാന ജില്ലയുടെ മുന്നേറ്റം. 871 പോയിന്റുമായി തൃശൂർ 2-ാമതും 843 പോയിന്റുമായി കണ്ണൂർ 3-ാമതുമാണ്. 789 പോയിന്റുമായി 4-ാമത് പാലക്കാടാണ്. സ്കൂൾ കായികമേളയുടെ സമാപന ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഇന്ന് തുടക്കം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന്. ന്യൂഡൽഹിയിൽ 8ാമത് അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തും. വികസിത് ഭാരത് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൊൻത തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ തീരങ്ങൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച വരെ ചുവപ്പ് ജാഗ്രത. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് സമാപിക്കും. സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മുഖ്യാതിഥിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.